എന്തിനാ എല്ലാരും ഇത്ര സന്തോഷിക്കുന്നത്? എപ്പോഴാണോ അവിടെ എത്തുന്നത്? എല്ലാവരും മിണ്ടാതിരുന്നോണം. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. നമ്മുടെ സ്കൂൾ പിക്നിക്കിന് അമ്യൂസ്മെന്റ് പാർക്കിലാണ് പോകുന്നത്. ഞാൻ ആരുടെ കൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇപ്പൊ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. നീ എന്താ ഇവിടെ ചെയ്യുന്നത് ഹാപ്പി? പിന്നെ നിന്റെ ഒരു കൈ എവിടെ പോയി? അത് എനിക്ക് നല്ല വിശപ്പാണ്. കഴിക്കാൻ പോലെ കിട്ടുമോ നോക്കാൻ വന്നതാ. കിട്ടിപ്പോയി. എനിക്കും കൂടി ഇത്തിരി ഭക്ഷണം പാസ് ചെയ്യൂ ഹാപ്പി. പ്ലീസ് തരൂ. ഇത് കഴിച്ചു. വീണ്ടും ഒരു ഹൊറർ ഹൗസിനെ ഇഗ്നോർ ചെയ്തു. ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ എന്താണ് ഇത്ര കാണാനുള്ളതെന്ന് ആർക്കറിയാം? ബോറിംഗ് ബോറിംഗ് ബോറിംഗ്. ഈ സന്തു ഇനി കാണിച്ചു തരാം രസം. ഇനി വീണ്ടും വേറെ ടിഫിൻ കണ്ടുപിടിക്കേണ്ടി വരും. ഇത് കണ്ടു, പിനാക്കി എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ആരാണത്? മോനെ സന്തു. സാർ ഇത് കണ്ടു, വീണ്ടും എന്നെ അടിക്കുന്നു. മോനെ സന്തു, നീ പിന്നെ വളരെ പാവമല്ലേ? എല്ലാവരും ഇങ്ങനെ നിന്നെ ഉപദ്രവിക്കാൻ. മോനെ മിണ്ടു, നീ വീണ്ടും തുടങ്ങിയോ? ഇതെന്താ നിന്റെ ഭൂതം പിക്നിക്കിലും കൂടെ വരാൻ തുടങ്ങിയോ? എനിക്ക് തോന്നുന്നു ഇന്നത്തെ പിക്നിക് അടിപൊളിയായിരിക്കും. ആഹാ, തീർച്ചയായും നല്ല രസമായിരിക്കും. എല്ലാരും വരും എന്റെ പുറകെ. ഈ ലൈനെല്ലാം മനുഷ്യന്മാർക്കുള്ളതാണ്. ഞങ്ങൾക്ക് ഡയറക്റ്റ് അകത്ത് പോകാലോ? വളരെ ശരിയാണ്. നിങ്ങൾ അകത്തേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഡിസ്കഷൻ? എന്ത് ഡിസ്കഷൻ? ഈ ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതില്ലെങ്കിൽ സ്നാക്സ് വരുമോ? പിക്നിക്കിൽ ഇത്തരം ഭൂത മാജിക് ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ മനുഷ്യരുടെ ഭക്ഷണം മോഷ്ടിക്കാനും പാടില്ല. മനസ്സിലായോ? ഭക്ഷണം ഞങ്ങൾക്ക് തരൂ. ധീരസ് ഞങ്ങൾക്ക് കുറച്ച് തരൂ. അതെ, പിനാക്കി മനുഷ്യന്റെ ഭക്ഷണം മോഷ്ടിക്കരുതെന്നല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അത് പിന്നെ അവരുടെ ശരീരത്തിൽ കയറി കഴിക്കരുതെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നത്തെ ദിവസം ഒരു മനുഷ്യരുടെ ബോഡിയിലുള്ളിൽ കയറാൻ പാടില്ല. ഒരു മനുഷ്യനെ മനഃപൂർവ്വം ശല്യം ചെയ്യാൻ പാടില്ല. എന്നുവെച്ചാ സന്തുവിനെ പറ്റില്ലേ? സന്തുവിനെ പറ്റില്ല. സന്തുവിനെ കുഴപ്പമില്ല. സന്തുവിനെ കളിപ്പിക്കാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. വെള്ളത്തിൽ കളിക്കരുത്. പിന്നെ നിങ്ങളുടെ സ്കെൽട്ടൻ രൂപത്തിൽ ഒരിക്കലും വരാൻ പാടില്ല. എന്താ ഹാപ്പി? പിനാക്കിയുടെ ഈ പോയിന്റ് വളരെ ശരിയാണ്. അല്ലെങ്കിൽ അത് വളരെ പ്രോബ്ലം ആവും എല്ലാവർക്കും. പോയിന്റ് ഒക്കെ വളരെ ശരിയാണ്. പക്ഷേ ഈ ട്രിപ്പ് വളരെ ഡ്രൈ ആയിരിക്കും.
ഈ പാവപ്പെട്ട ഭൂതങ്ങൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഈ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റുകയില്ല. ഏ ഹാപ്പി എന്റെ സഹോദര, നീ പിണങ്ങല്ലേന്നേ. പിക്നിക്കിൽ പ്രശ്നമുണ്ടായോ എനിക്ക് വേഗം വീട്ടിലേക്ക് പോകേണ്ടി വരുമെന്നേ. പിന്നെ കേണൽ അങ്കിളിന് നിങ്ങൾ എന്റെ കൂടെ വന്ന കാര്യം അറിയില്ലല്ലോ. അങ്കിൾ എങ്ങാനും അത് അറിഞ്ഞാ പിന്നെ അയ്യോ. അത് പിന്നെ ഈ ട്രിപ്പ് അങ്ങനെ ഉണങ്ങി കഴിഞ്ഞാല് ഞാൻ കണ്ണും പൊട്ടി തിന്നും. നിനക്കൊരു ടെൻഷനും വേണ്ട പിനാക്കി. ഇന്ന് എന്റെയും ഗപ്പുവിന്റെയും ഭാഗത്തു നിന്നും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. നോക്കിക്കോ. അതാണ് വേണ്ടത്. എന്നാ നമുക്ക് ട്രിപ്പ് എൻജോയ് ചെയ്യാം. ഇവൻ വീണ്ടും മുകളിലേക്ക് നോക്കി. പിന്നെ സംസാരിക്കുന്നുണ്ടല്ലോ. അവൻ ആ റോളർ കോസ്റ്ററിൽ കയറാൻ പേടിയുണ്ടാവും. എടാ സന്തു, നീ എങ്ങോട്ടേ പോകുന്നേ? റോളർ കോസ്റ്ററിൽ കയറാൻ പേടിയായിട്ടുണ്ടോ? എനിക്കൊന്നും ഇരിക്കണ്ട നിങ്ങളുടെ ഈ പൊട്ട റൈഡിൽ. ഞാൻ പോകുന്നു. വരൂ, റൈഡ്സ് എൻജോയ് ചെയ്യാം. നല്ല രസമുള്ള റൈഡായിരുന്നല്ലേ സുഹേ? അതിന് നീ എന്തെങ്കിലും കണ്ടായിരുന്നോ? എപ്പോഴും നിന്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുവായിരുന്നു. സാരമില്ല സുഹേ, എല്ലാവരുടെയും എൻജോയ് ചെയ്ത സ്റ്റൈല് വേറെ വേറെ ആയിരിക്കുമല്ലോ. പിന്നെ ആ റൈഡിന്റെ ഇടയിൽ വെള്ളത്തിൽ കൂടെ പോയത് നല്ല രസമുണ്ടായിരുന്നു അല്ലേ? അയ്യോ ഹാപ്പിയോ ഗപ്പോ റൈഡിൽ എങ്ങനെ ഇരുന്നു? ഒരു മിനിറ്റ്, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാവേ. എവിടെയായിരിക്കും ഹാപ്പിയും ഗപ്പു? ഫൈനലി ഗപ്പു എവിടെ പോയി? ഗപ്പു റോളർ കോസ്റ്ററിൽ റൈഡിന് പോയി. എന്താ? നമുക്കവരെ തടയേണ്ടി വരും. ആ റൈഡിന്റെ ഇടയിൽ എല്ലാവരുടെ ദേഹത്ത് വെള്ളം വീഴും. നമ്മൾ വളരെ താമസിച്ചു പോയി. മിണ്ടു മിണ്ടു, എന്റെ കൂടെ റോളർ കോസ്റ്ററിൽ ഒരു ഭൂതമുണ്ടായിരുന്നു. നീ വീണ്ടും തുടങ്ങിയോ? അതിരിക്കട്ടെ, ഈ സന്തു ഇവിടെ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ദേ സന്തു. ഞാനിന്ന് റൈഡിലിരിക്കാനല്ല, റൈഡ് കൺട്രോൾ ചെയ്യാനാണ് പോകുന്നത്. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ആരെങ്കിലും നിന്നെ കണ്ടോ? സ്കെൽട്ടൻ രൂപത്തില് മിണ്ടു കണ്ടു. എന്നിട്ട് അവൻ അവിടെ തന്നെ ബോധം കെട്ട് വീണു. മിണ്ടു അതെങ്ങനെ പറഞ്ഞ ആരും വിശ്വസിക്കാൻ പോകുന്നില്ലെന്നേ. ഈ സന്തു എന്താണ് ചെയ്യുന്നത്? എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാവും. പ്രശ്നം ഉണ്ടാക്കിയത് ഗപ്പുവാണ്, പക്ഷേ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഗപ്പു, നീ പോയി സന്തുനെ നോക്കിക്കോ. ഞാൻ പോയി ഹാപ്പി രക്ഷിച്ചിട്ട് വരാം. നിങ്ങളുടെ സ്വിമ്മിംഗ് കോസ്റ്റ്യൂം വളരെ നന്നായിട്ടുണ്ട്. ഞാൻ ഇത് സെയിം ഒരു കടയിൽ കണ്ടിരുന്നു. ഓഹോ, സ്വിമ്മിംഗ് കോസ്റ്റ്യൂം ഡാൻസ് ചെയ്യൂ. ഹാപ്പി, നീ വേഗം ഒന്ന് ഇവിടുന്ന് രക്ഷപ്പെട്. ഇനിയാണ് ശരിയായ രസം. അയ്യോ അങ്കിൾ, താങ്കൾ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അവിടെ രണ്ടുപേര് ഇടികൂടുകയാണ്. വേഗം ചെല്ല്. ഞാനൊന്ന് നോക്കട്ടെ. ഇവൻ ഈ ബട്ടൺ ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഇവനെ പേടിപ്പിച്ച് ഓടിക്കാം. ആരാണ് ആരാണ്? ഇതെങ്ങനെ നിന്ന?
ശരിയാക്കി. അവര് ബട്ടൺ അമർത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നമുക്കും അതേ ബട്ടൺ അമർത്തൽ ശരിയാക്കേണ്ടി വരും. ഇവനേതൊക്കെയാ പട്ടണം പറ്റുന്ന ഇവനല്ലേ അറിയാവുള്ളൂ. ശരിയാണ് പറഞ്ഞത്. സന്തുവിനെ അറിയൂ. ഗപ്പു. ക്യാപ്റ്റൻ. എന്താണ് ഇവിടെ ചെയ്യുന്നത്? സാർ ഞാനൊന്നും ചെയ്തില്ല. നീ അല്ലെങ്കിൽ ഒന്നും ചെയ്യാറില്ലല്ലോ. എല്ലാ റൈസും ബട്ടൺ അമർത്തി നീ തല കുത്തനെ നിർത്തി എന്നിട്ട് പറയുന്നു ഞാൻ ഒന്നും ചെയ്തില്ലെന്ന്. ഇവിടെ വാ. ശരിയാക്കി തരാം. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ നീയാ. ഈ ഗപ്പമാണെല്ലാ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞാൻ ഒന്നും ചെയ്തില്ല. ഡിഞ്ചിക്കടാ ചിക്കട ഡിഞ്ചിക്കടാ ചിക്കട ഡിഞ്ചിക്കടാ ചിക്കടാ. ഹാപ്പി